ഗായ്സ്, ഈ ഒരു തൈ കണ്ടോ നിങ്ങൾ? ഇത് വീട്ടിലെ ഏകദേശം ഒരു 8 വർഷത്തോളമായിട്ടുള്ള അനാറിൻ്റെ തൈ കേട്ടോ. ഏകദേശം എല്ലാ വർഷവും കായ ഉണ്ടാവലുണ്ട്. ഈ വർഷവും പതിവ് പോലെ തന്നെ കുറച്ച് കായ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പം മഴേൻ്റെ സീസണായില്ലേ, അപ്പോൾ അതുകൊണ്ട് ഇനി എന്തായാലും അത് കൂടുതലായിട്ട് നമുക്ക് കിട്ടൂല. അതിപ്പോൾ നമുക്ക് പറിക്കാനുള്ളൊരു പരിപാടിയാണ്. നമ്മൾ തൈ നട്ടിട്ട് എല്ലാവരും എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നനയ്ക്കുകയോ വളം ഇട്ട് കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ ഇട്ടോളും. അത് പിന്നെ അതിൽ കായ്ക്കുകയില്ല, പൂടുമില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ നന്നായിട്ട് വളവും നനവും ഒക്കെ എല്ലാ വൃക്ഷങ്ങൾക്കും നമ്മൾ കൊടുക്കണം. ഇതിലിപ്പോൾ ഇതാ മേലെയുണ്ട് കായ്, ഞാനിപ്പോൾ അത് പറിക്കാൻ പോവാണ്. അവിടെ ഉണ്ടോ നമ്മൾ കായുള്ളത് കണ്ടോ? നിങ്ങൾ ഈ ഒരു മരം കണ്ടോ? ഇത് സബർജിലാണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഏകദേശം ഒരു 5-6 വർഷം മുന്നേ ഒരാൾ തന്ന തയ്യത്. ഇതിപ്പോൾ വലിയ മരമായില്ലേ. ഇതിൻ്റെ തണൽ കൊണ്ടാണ് ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ കായ ഇട്ടാണ്ട് പോകുന്നത്. ഇത് തൊട്ടപ്പുറത്ത് ഒരു പേരക്ക മരമുണ്ട്, അതിൽ അത്യാവശ്യം നല്ല കായുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്ത് ഇതാ ഒരു അവോക്കാഡോ, അതിൽ കായുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്തതായിട്ടിടും. പിന്നെ ഇതായിപ്പുറത്ത് ജാതി, അതിലും കായുണ്ട്. ഈ ഒരു മരം ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതില്ല ഉള്ളത്. മുറിച്ച് കളയണോ നിലനിർത്തണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിട്ടുള്ളത്. ഇതിപ്പോൾ നിലനിർത്തുകയാണെങ്കിൽ തന്നെ നമുക്കിതിൽ കായ ഉണ്ടാവില്ല. അനാറിൽ കായ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. അത്യാവശ്യം ഉണ്ടാവലുണ്ട്, പക്ഷെ എന്നാലും കുറവാണ്. ഇനിയിപ്പോൾ സാഹസികമായിട്ടാണ് നമുക്കത് പറിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് വേണം പോയിട്ട് പറിക്കാൻ. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ട് ഇതാണ് നമ്മുടെ സബർജിലിൻ്റെ ഇല വരുന്നത്. ഇത് സബർജിൽ തന്നെയാണോ എന്നുള്ളൊരു സംശയവും ഇല്ലാതില്ല കേട്ടോ നമുക്ക്. നമുക്കിതാ നമ്മൾ അനാറ് കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള കായാണ് കേട്ടോ. മാഷാഅല്ലാഹ് കണ്ടില്ലേ. ഇത് നമുക്കും പറിക്കാം. ഇനി എന്തായാലും ഇത് കിട്ടൂല, കാരണം മഴയാണ്, മഴേൻ്റെ സീസണാണ്. അതുകൊണ്ട് ഇത് നമ്മളിപ്പം പറിക്കാൻ പോവാണ്. ഇത് തണ്ടോടുകൂടി പറിക്കാം. എന്തായാലും ഇത് പറിച്ച് കഴിഞ്ഞാൽ നമ്മളിത് പ്രൂൺ ചെയ്യണം. അതുകൊണ്ട് ഇത് തണ്ടോടുകൂടി തന്നെ പറിച്ചെടുക്കാം. ഇതിനെ അധികം വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും, അപ്പോൾ നമുക്ക് കിട്ടൂല. പോയി അവിടെ ഒരു കായ് വീണ് കിടക്കുന്നുണ്ടല്ലേ. അത് നശിച്ചു പോയതാണ്. ഇല്ല, ഇതൊന്നും നമുക്ക് കിട്ടൂല, ഒക്കെ പൊട്ടിച്ചളയാം. അങ്ങനെ 3 കായ നമ്മൾ പറിച്ചിട്ടുണ്ട്. ഇനിയും കായ അവിടെ ഉണ്ട് കേട്ടോ, പക്ഷെ അത് ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഒന്നിതവിടെ ഒരു 3 എണ്ണം അവിടെ ഉണ്ട്. അത് കുറച്ചുകൂടെ നിൽക്കുമോ എന്നൊരു സംശയമുണ്ട്. കാരണം അത് നിന്നാൽ തന്നെ കിട്ടാനുള്ള ചാൻസ് ഇല്ല, മഴ ആയതുകൊണ്ട് പൊട്ടിപ്പോവും. നമുക്കിത് തീരുമാനമാക്കാം. ഇത് നമുക്ക് പൊട്ടിക്കാം. ഇതിൽ ചോപ്പുണ്ടാവില്ല, എന്നാൽ അവിടെ വീണ് കിടക്കുന്നില്ല. ഇത് പറിച്ച് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളിത് പ്രൂൺ ചെയ്യണം. എന്നാലാണ് അടുത്ത തവണ ഇതിൽ കൂടുതൽ നമുക്ക് കായ് കിട്ടുള്ളൂ. അതിൻ്റെ മുന്നേ ഈ ഒരു മരം നമുക്ക് മുറിച്ച് മാറ്റിക്കളയണം. നാല് കയറ്റിയുണ്ട്, 3 എണ്ണം അവിടെ വേറെ ഉണ്ട് കേട്ടോ. അതിനിപ്പോൾ 2-3 ദിവസം കൂടെ കൊണ്ട് പറിക്കണം. അങ്ങനെ നമ്മൾ അനാറിൻ്റെ വള്ളികളൊക്കെ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യണം, ഒക്കെ ഒക്കെ വെട്ടിക്കൊടുത്തു. ഇനി താഴെ കുറച്ചുകൂടെ ഉണ്ട് വെട്ടിക്കൊടുക്കാനായിട്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വളം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു അനാറ്
കട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ ചോപ്പുണ്ടോ എന്നുള്ളത്. ചോപ്പില്ല ഗ്യാസ് ഇത് വളം. രാസവളം ചേർക്കാത്തതുണ്ടാന്ന് തോന്നുന്നു. നോക്കണം മധുരമുണ്ടോ? നല്ല മധുരം ഉണ്ട് കേട്ടോ അത്. അപ്പോൾ ഓഫാക്കട്ടെ. ഇപ്പം മധുരം ഉണ്ടോ? അപ്പം നല്ല മധുരമുണ്ട്. മധുരം ഉണ്ടോ? കളറില്ല എന്നുള്ള മധുരം ഉണ്ടല്ലോ നല്ല. ചിപ്സ് മധുരം ഉണ്ടോ? ഇപ്പം മധുരം ഉണ്ടോ? തിന്നോ മധുരമുണ്ട്. സൂപ്പറാ. കുട്ടികളൊക്കെ പറയും നല്ല മധുരമുണ്ട്. അങ്ങനെ രണ്ടാമത്തെ കൈ മുറിക്കല്ലേ. രണ്ടാമത്തേതാട്ടത്. അതിലും ചുവപ്പുണ്ടാകാൻ ചാൻസ് ഇല്ല. ഗൈസ് ഇതിന് കുറച്ച് ചുവപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൾപ്പാണ്. അപ്പോൾ നിങ്ങളും അത് വീട്ടിൽ ട്രൈ ചെയ്യാം കേട്ടോ. ഈ ഒരു മരം തീർച്ചയായിട്ടും കായ ഉണ്ടാവും.